നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇങ്ങനെ രൂക്ഷമായി തുടരുകയാണ്. ടെൽ അവീവ് ലക്ഷ്യമിട്ടാണ് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്നത്. ഇറാൻ ജനതയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും, ജില്ലാ ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ജനങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് കഴിയണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പലയിടങ്ങളിലും മഴ ശക്തമാകുമ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊഴുക്കുകയാണ്. പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളുള്ളത്. അവസാനമായിട്ട് വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും ഉള്ളത്. പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് 17 മുതൽ 19 വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 123 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിക്കഴിഞ്ഞു. മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ DNA പരിശോധനകളും ഫലങ്ങളും ഒക്കെ ഇന്ന് പുറത്തുവരും. വിവിധ ഏജൻസികളുടെ അന്വേഷണവും തുടരുകയാണ്. അതുപോലെ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്.